السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. الحمد لله الذي أنزل قرآنا عربيا لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات دروس اللغة العربية لغير الناطقين بها تحت إشراف فهم القرآن على أيسر طريق. وأين وقفنا؟ في أي صفحة أو في أي صفحة؟ 242 242. ما شاء الله. وماذا تحدثنا؟ ماذا تحدثنا؟ نقطة 4 خلاص الحين يبدأ 5. أي كتاب تكتبه أو تمرين الرابع؟ عين النائب عن المصدر فيما يأتي. وأكملنا تلا الإمام تلاوة جميلة. صح؟ نعم. نعم. طيب، وسننتقل أو نقرأ التمرين الخامس. عين النائب عن المصدر فيما يأتي. ما هي النائب؟ نائب പകരക്കാരൻ عن المصدر فيما يأتي വരുന്നതിൽ എന്ത് ചെയ്യുക? നായിബിനെ കണ്ടെത്തുക. في الحديث إذا قمت في صلاتك فصل صلاة مودع. صلي صلاة مودع. എന്താണ് നായിബ്? സലാത്ത്. എന്ത് തരം സലാത്ത്? നൗആൻ അല്ലേ? സലാത്ത് മുവദ്ദിഇൻ. മുവദ്ദിഇൻ എന്താ? അവസാനത്തെ നിസ്കാരമാണ്. അവസാനത്തെ നിസ്കാരം. നിങ്ങൾ ഹദീസ് ക്ലാസ് എന്താ കേട്ടിട്ട് പറയാം. മുവദ്ദിഇന്റെ അർത്ഥം എന്താ? അതായത് മുവദ്ദിഅ യാത്ര പറഞ്ഞു പോകുന്നവൻ, യാത്ര പറഞ്ഞ് പിരിയുന്നവന്റെ സ്വലാത്ത് നമസ്കരിക്കുക. ഫലാ തമീലു കുല്ലൽ മൈൽ. അപ്പൊ ഇവിടെ മസ്തർ തന്നെയാണ് പകരം വന്നിരിക്കുന്നത്. മസ്തർ. പക്ഷേ സ്വലാത്ത മുവദ്ദിഇലേക്ക് ഇളാഫത്ത് ചെയ്തിരിക്കുന്ന മസ്തറാണ്. സല്ലി സ്വലാത്ത മുവദ്ദിഇ. ഫലാ തമീലു കുല്ലൽ മൈൽ. എന്താണ് വന്നിരിക്കുന്നത്? കുല്ല് വരും. പുല്ല് പകരം വരുമെന്ന് പറഞ്ഞില്ലേ? അത് പുല്ല്. അതിനെ മസ്തറിലേക്ക് ഇളാഫത്ത് ചെയ്യും. അത് വേറെ കാര്യം. ഇവിടെ മസ്ദർ മൈലല്ലേ? അതെ, മസ്തർ മൈലാണ്. മസ്തർ മൈൽ എന്താണ്? മൈലിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ടുണ്ട്. പുല്ലാണ് ഇതിന് പകരം. പുല്ല് ബാഗ് ഇതൊക്കെ വരും എന്ന് പറഞ്ഞില്ലേ? യത്ലു ഹാദൽ ഖാരിഉ തിലാവതൻ ലാ യത്ലുഹാ ഗൈറുഹു. തിലാവത്താണ്. ലാ യത്ലുഹാ ഗൈറുഹു. അങ്ങനെ അതിന്റെ അതിന്റെ ഇനം അല്ലെങ്കിൽ അതിന്റെ രീതി ഒക്കെ വ്യക്തമാക്കുന്നതാണ്. തിലാവത്തൻ
ലാ യനാലുഹാ ഗൈറുഹു, ലാ യത്ലുഹാ ഗൈറുഹു, വേറൊരാളും പാരായണം ചെയ്യാത്ത തരത്തിലുള്ള പാരായണം. അയ്യ കിതാബത്തിൻ തക്തുബു, അതെന്താണ്? അയ്യ ആ ആ അയ്യ് അയ്യ മഫൂലും ബിഹിയും ചോദ്യമായതുകൊണ്ട് അതിന്റെ നെസ്ബ് കൊടുത്ത് ആദ്യം കൊണ്ട് വെച്ചതാണ്. الخامس نحن نقص عليك أحسن القصص. അതിന്റെ എന്താണ്? അഹ്സനുൽ ഖസസി, അതിലേക്ക് ഇളാഫത്ത് ചെയ്തിരിക്കുന്ന അതിന്റെ ഇനം, അതിന്റെ രീതി. അഹ്സനുൽ ഖസസ്. السادس واذكر اسم ربك وتبتل إليه تبتيلا. تبتل إليه تبتيلا പറഞ്ഞില്ല നമ്മൾ? ഇല്ല, എനിക്ക് എന്തൊക്കെ വായിച്ചു. കഴിഞ്ഞ പ്രാവശ്യം തബത്തീൽ പറഞ്ഞത് എന്തിനായിരുന്നു? മസ്ദറിലാക്കി തബത്തീൽ പറഞ്ഞല്ലോ നമ്മള്. അടുക്കുക, നന്നായി അടുക്കുക, എല്ലാം ഉപേക്ഷിച്ചിട്ട് അടുക്കുക. തബത്തീൽ അതിന്റെ ഏതിലാവുന്നത്? അപ്പം ഹജ്ജത്തു 20 ഹജ്ജത്തൻ, എന്തിനാണ്? ഹജ്ജത്തു 20 ഹജ്ജത്തൻ, അതത് എണ്ണം 20 ആണ്. أتعامل أخاك هذه المعاملة؟ أتعامل أخاك هذه المعاملة ഇവിടെ എന്താണ്? ഇഷാറ. അപ്പൊ അത് ആ ഇനത്തിലുള്ള ഇതിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അപ്പൊ എന്താ അർത്ഥം? എട്ടാമത്തെ അർത്ഥം എന്താ? മലയാളത്തിൽ എന്ത് പറയും? മലയാളത്തിൽ ആ പറയുന്നതിന്റെ എഫക്റ്റ് വരത്തക്ക രീതിയിൽ ഒന്നും ഇങ്ങോട്ട് ഒരു പറഞ്ഞു അതിന്റെ ഫോഴ്സോട് പറഞ്ഞു. ഈ പറഞ്ഞതിന്റെ ആശയം ദ്യോതിപ്പിക്കുന്ന രീതിയിൽ ആ ഫോഴ്സോടുകൂടി പറഞ്ഞു മലയാളത്തിൽ. ആർക്കും പറ്റൂലേ? ഹാദിഹിൽ മുആമലത്ത്, നിന്റെ സഹോദരനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഇങ്ങനെ ഇത്തരം പെരുമാറ്റം പെരുമാറുകയാണോ നിന്റെ സഹോദരനോട്? ആമിലു മുആമലത്ത്, കേട്ടോ, പെരുമാറ്റം. അമല യഅമലു, പ്രവർത്തിച്ചു. മുആമലത്ത് എന്ന് പറയുമ്പോൾ എന്താ? ആമല യുആമിലു മുആമലത്തൻ. ആമല എന്ന് പറയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പണി ചെയ്തു. അമില പണി ചെയ്തു. ആമല ജാഹദ പരസ്പരം ചെയ്തു അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നതിനാണ് പറയുന്നത്. അപ്പൊ അതിനാണ് പെരുമാറ്റം എന്ന് വരുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പണിയെടുക്കുന്നത്. അത് ആമിലു അഖാക ഹാദിഹിൽ മുആമലത്ത്, സഹോദരനോട് ഇത്തരം പെരുമാറ്റമാണ് പെരുമാറുന്നത്. ഖാല ശാഇർ وقد يجمع الله الشتيتين وقد يجمع الله الشتيتين بعدما يظنان كل الظن أن لا تلاقيا. وقد يجمع الله الشتيتين. ഷതീത് എന്താ? ഷത്താ കേട്ടിട്ടുണ്ടോ? ഷത്ത എന്താണ്? വ്യത്യസ്തമായ. ഇവിടെ ഉണ്ടല്ലോ ഷത്ത. വഖദ് യജ്മഉ അല്ലാഹു ശതീതൈനി, രണ്ട് വിഭാഗം. ശതീത് എന്നുള്ള വിഭാഗം. ഷത്ത എന്ന് പറഞ്ഞാൽ പല ഇനം. ഷത്ത. വഖദ് യജ്മഉ അല്ലാഹു ശതീതൈനി, രണ്ട് വിഭാഗത്തെ അള്ളാഹു ഒരുമിച്ചേക്കാം, ഒരുമിച്ച് കൂട്ടിയേക്കാം. ബഅദമാ യളുന്നാനി, അവർ രണ്ടുപേരും കരുതിയതിനു ശേഷം, കുല്ല വന്നി, പൂർണ്ണമായുമുള്ള കരുതൽ. എന്താ വന്നിരിക്കുന്നത് പകരം?
കുല്ല് കുല്ല വന്നി അല്ല തലാഖിയ, അവർ രണ്ടുപേരും രണ്ടു കൂട്ടരും ഒരുമിച്ച് കൂടുകയില്ല എന്ന്. അവർ രണ്ടുപേരും ഒരുമിച്ച് കൂടുകയില്ല എന്ന് പൂർണ്ണമായും വിചാരിച്ചതിന് ശേഷവും അള്ളാഹ് അവരെ ഒരുമിച്ച് കൂട്ടിയേക്കാം. അപ്പൊ കുല്ലന്നിയിൽ കുല്ലാണ് വന്നിരിക്കുന്നത്. അക്മിൽ ഹാദിഹിൽ ജുംലത സജദ്തു ബി മഫ്ഊലിൻ മുതലഖിൻ യദുല്ലു അലൽ ആദരി നൗഇ തഅക്കീദ്. അന്ന് പറഞ്ഞു നോക്കി. അക്മിൽ ഹാദിഹിൽ ജുംലത, അതെന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. സജദ്തു എന്നിട്ട് എന്ത് വരണം? മഫ്ഊൽ മുതലഖ് വരണം. ഒന്ന് യദുല്ലു അലൽ ആദരി, എണ്ണത്തെ പറയുന്ന ഒരു വാക്ക് അതിലൂടെ ചേർത്ത് നോക്കിയ. സജദ്തു, സജത്തു ആണ് കേട്ടോ, ഇത് പറയണ്ട. സജത്തു എണ്ണം പറയുന്ന ഒരു വാക്ക് ചേർക്ക്. എത്ര ചെയ്യും നമ്മൾ നമസ്കാരത്തിൽ ഒരു സമയത്ത്? നമസ്കാരത്തിൽ ഒരു സമയത്ത് എത്ര സുജൂദ് ചെയ്യും? ഒരു റക്അത്തിൽ 2 സുജൂദ്. ആ, അപ്പൊ ഒരു റക്അത്തിൽ രണ്ട് സുജൂദ് ചെയ്ത് എങ്ങനെ പറയും? സജദത്തൈൻ. സജദത്തൈൻ. അപ്പൊ എണ്ണമായി. പിന്നെ അടുത്ത് എന്ത് ചെയ്യണം? നൗഅ്, ഇനം സൂചിപ്പിക്കുന്ന സുജൂദ് ഉണ്ടല്ലോ നമുക്ക്. മറവിയുടെ സുജൂദ് ഉണ്ട്, അതേപോലെ തിലാവത്തിന്റെ സുജൂദ് ഉണ്ട്. അപ്പൊ എന്ത് പറയും? സജത്തു തിലാവത്ത്. ആ, സജത്തു സജദത്തു സജദ തിലാവത്ത്. ആ, സജദത്ത തിലാവത്തി ഔ സുജൂദ് തിലാവത്തി. സുജൂദ തിലാവത്തി. സജത്തു സുജൂദ തിലാവത്തി. സജദത്ത് തിലാവത്തെന്നും പറയാം, സുജൂദ് തിലാവത്തെന്നും പറയാം. പക്ഷെ താ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് താഴെ പിന്നെ പറയുന്നുണ്ട്. നമ്മൾ സജദത്തൈനി എന്ന് പറഞ്ഞെടുത്ത് അത് കറക്റ്റ് ആണ്. സുജൂദൈനി എന്നല്ല പറയുന്നത്, സജദത്തൈനി എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം താഴെ പറയുന്നുണ്ട്. ഒന്ന് താക്കീദിന് എന്ത് പറയും? താക്കീദിന് എന്ത് പറയണം? ഉറപ്പിച്ച് പറയാൻ, ഊന്നി പറയാൻ മസ്ദർ മാത്രം ഉപയോഗിച്ചാൽ മതി. എന്ത് പറയും? സുജൂദൻ. സജദത്തു സുജൂദൻ. സുജൂദൻ, അതിനൊരു സുജൂദ് ചെയ്തു. എന്തിനാ? അതിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടി. അസാബിയ ആദ്യ മിസാലൻ, ഇതിനൊക്കെ ഉദാഹരണം എഴുതിയിട്ട് ഗ്രൂപ്പിടാനുള്ളതാണ്. കുല്ലിമ യനൂബാനിൽ മസ്തരിൽ വാക്കിൽ മഫ്ഊലൻ മുതലഖൻ, നായിബായിട്ട് വരുന്നതിന്റെ എല്ലാം ഉദാഹരണം എഴുതണം. ഈ കുല്ലിമ യനൂബു അനിൽ മസ്തരി അൽ വാഖി മഫ്ഊലൻ മുതലഖൻ. മഫ്ഊൽ മുതലഖ് പകരമായിട്ട് വരുന്ന. ثمانية هات ثلاثة أمثلة للمصدر النائب عن فعله. ക്രിയയ്ക്ക് പകരമായിട്ട് വരുന്ന ഉദാഹരണങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്ക് ഉദാഹരണങ്ങൾ കിട്ടും. ഇനി അതിന്റെ മറ്റൊരു ഉദാഹരണം പറയാം. നേരത്തെ പറഞ്ഞ കാര്യം പറയാം. ദറബത്തുഹു ദർബത്തൻ എന്നൊരു വാക്ക് പാഠത്തിലുണ്ട്. ദർബത്തുഹു ദർബത്തൻ. ദർബത്തുൻ എന്ന വാക്ക് മിസാലുൻ ലി മസ്ദരിൽ മറത്തി. മസ്ദരിൽ മറത്തി. മുമ്പ് നമ്മൾ ചില വാക്കുകൾ അങ്ങനെ പറഞ്ഞിരുന്നു. ലാനത്തും, ലാനത്ത് പറയുമ്പോൾ ലാനും ഉണ്ട്, ലാനത്തും ഉണ്ട്, ഖുറാനിൽ തന്നെ ഉണ്ട്. അന്നേരം ഞാൻ പറഞ്ഞിരുന്നു, ലാനത്ത് എന്നത് എന്താണ്? താ ഉള്ളത് എണ്ണത്തെ സൂചിപ്പിക്കാനുള്ളതാണ്. അതാണ് ഇവിടെ മറത്ത് എന്ന് പറഞ്ഞത്. മറത്ത് എന്താണ്? തവണ. തവണ, തവണ. മറത്ത് എന്ന് പറഞ്ഞ, മറത്തുൻ എന്ന് പറഞ്ഞ തവണ എന്നാണ് അർത്ഥം.
നമ്മൾ അത് വാക്യത്തിൽ ഉപയോഗിക്കുമ്പോൾ ഏകവചനമാകുമ്പോൾ ഒരു തവണ, മറത്തേനി 2 തവണ. ഓ മസ്ദറു അൽ മറത്തി, ഓ മസ്ദറുൽ മറത്തി, തവണയുടെ ക്രിയാധാതു. ഹുവ മാ യുദ്കറു ലിബയാനി അദദിൽ ഫിഅലി, പ്രവർത്തിയുടെ അതത് എണ്ണം വ്യക്തമാക്കുന്നതിന്, ബയാൻ വ്യക്തമാക്കുന്നതിന് വേണ്ടി യുദ്കറു പരാമർശിക്കപ്പെടുന്നതാണ്. വയുബ്ന മിനൽ ഫിഅലി സുലാസിയിൽ മുജറദി, 3 അക്ഷരം മാത്രമുള്ള ക്രിയയിൽ നിന്നും അത് ഉണ്ടാക്കപ്പെടും. വയുബ്ന ഉണ്ടാക്കപ്പെടും, മിനൽ ഫിഅലി സുലാസി 3 അക്ഷരം മാത്രമുള്ള ഫിഅലിലാണെങ്കിൽ അത് മുജറദി, 3 അക്ഷരം മാത്രമുള്ള ക്രിയകളിൽ നിന്നാണെങ്കിൽ അത് ഉണ്ടാക്കപ്പെടുന്നത് എങ്ങനെയായിരിക്കും? അല വസിനി ഫഅലത്തിൻ, ദർബത്ത് പോലെ ഫതഹ്, ബിഫതഹിൽ ഫാഇ, ഒന്നാമത്തെ അക്ഷരത്തിന് ഫതഹും വസുക്കൂനിൽ ഐനി, മധ്യത്ത് സുക്കൂനും കൊടുക്കുമ്പോഴത്തേക്ക് എന്താവും? ഇല്ല, അവസാനത്തെ അക്ഷരത്തിന് ഫതഹേ വരുള്ളൂ. സുക്കൂനിൽ ഐനി. നഹ്വ് ദറബത്തുഹു ദർബതൻ, ഒന്നാമത്തേന് ഫതഹും രണ്ടാമത്തേന് സുക്കൂനും കൊടുത്തുകൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്? മസ്ദറുൽ മറത്തി, തവണ പറയുന്നതിന് വേണ്ടിയുള്ള ക്രിയാധാതു ഉണ്ടാക്കുന്നത്. അപ്പൊ എന്താവും? ദറബത്തുഹു ദർബത്തൻ, അവൻ. അപ്പൊ ഇവിടെ എന്താ അർത്ഥം? ദറബത്തുഹു ദർബത്തൻ എന്ന് പറഞ്ഞാല് അവനെ ഒരടി അടിച്ചു. ഊന്നലല്ല, ഇവിടെ എണ്ണമാണ്. താവുന്നത് കൊണ്ട് എണ്ണമാണ്. ഒരടി അടിച്ചു. ദറബത്തുഹു ദർബത്തൻ, ഞാൻ അവനെ ഒരടി അടിച്ചു. മറ്റെന്താണ്? ദർബത്തുഹു ദർബൻ എന്ന് പറഞ്ഞാൽ അവിടെ എണ്ണമല്ല, വണ്ണമാണ് ഉദ്ദേശം. നല്ലൊരടി അടിച്ചു. അതുപോലെ നേരത്തെ പറഞ്ഞാൽ സജദത്തു സജ്ദത്തൻ വാഹിദത്തൻ, അവിടെ എണ്ണമാണ് പറയുന്നതെങ്കിൽ സജദത്തു സജദത്തൻ എന്ന് പറഞ്ഞാൽ എണ്ണമാണ്. വണ്ണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സജദത്തു സുജൂദൻ. ഇത് മാറ്റിയും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ മോസ്റ്റ് സ്യൂട്ടബിൾ എന്താണ്? താവന്നാൽ എണ്ണമാണ്, അല്ലെങ്കിൽ അത് വണ്ണമാണ്. അപ്പൊ ഇവിടെ ദറബത്തുഹു ദർബത്തൻ ഔ ദർബത്തൈനി, പിന്നെ ബഹുവചനം വരുമ്പോ എന്താവും? ദറബാത്തുൻ, ദർബത്തിന്റെ ദർബാത്തുൻ എന്നാൽ ദറബാത്തുൻ എന്നാണ് അതിന്റെ ബഹുവചനം വരിക. അപ്പൊ ദറബാത്തുൻ എന്നല്ല വരിക, ദറബത്തു ദർബാത്തിൻ. കാരണം എന്താ? അത് മഫ്ഊൽ മുത്തലക്കാണ്. അപ്പൊ നെസ്ബായിട്ടാണ് വരിക. ദറബത്തു ദർബത്തൻ എന്ന് പറയുമ്പോ മഫ്ഊൽ മുത്തലക്കാണ്, നെസ്ബിയത്തിലാണ് വരിക. അതുകൊണ്ട് തന്നെ ബഹുവചനമായി താത്ത് വരുമ്പോ എന്തായിരിക്കും? കസ്ർ കൊടുത്തിട്ടായിരിക്കും വരിക. ദർബാത്തൻ എന്ന് പറയൂല. നെസ്ബി എന്നത് കസ്ർ കൊണ്ടാണ് സ്ത്രീലിംഗ ബഹുവചനത്തിൽ. ചേർക്കപ്പെടും. ചേർക്കപ്പെടും എപ്പോൾ? ബി മസ്ദറിൽ ഫിഅലി ഗൈരി സുലാസിയിൽ മുജറദി, 3 അക്ഷരം മാത്രമുള്ളതല്ലാത്ത എന്ന് പറഞ്ഞാൽ സുലാസി മുജറദ് അല്ലാത്ത എല്ലാത്തിലും, അത് 4 അക്ഷരമുള്ളതാകാം, 3+1 2 3 എന്തുമാകാം. 3 അക്ഷരത്തിൽ അധികമുള്ളതാണ്, സുലാസി മുജറദിൽ അധികമുള്ളതാണെങ്കിൽ ചെയ്യണം, അതിന്റെ ക്രിയാധാതുവിനോടൊപ്പം താ ചേർത്താൽ മതി. അതാണ് കബ്ബറ തക്ബീറത്തൻ. ചേർന്നു, ചേരും, യുൽഹഖു ചേർക്കപ്പെടും. തുൽഹഖു എന്ന് പറയാൻ കാരണം താ സ്ത്രീലിംഗമാണ്, എല്ലാ അക്ഷരങ്ങളും സഹോദരിമാരാണ്. അതുകൊണ്ടാണ് സ്ത്രീലിംഗ പദം ഉപയോഗിച്ചത്. തുൽഹഖു, ലഹിക എന്ന് പറഞ്ഞാൽ ചേർന്നു. യൽഹഖു ചേരും, യുൽഹഖു ചേർക്കപ്പെടും, ചേരപ്പെടും, അല്ലെങ്കിൽ ചേർന്ന് വരും.
അപ്പൊ കബ്ബറയുടെ ക്രിയാധാതുവിന്റെ കൂടെ താ ചേർന്നാൽ എന്തായി? തക്ബീറിന്റെ എണ്ണമാണ്. അതാണ് കബ്ബറ തക്ബീറത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു തക്ബീറല്ലേ. യുകബ്ബിറു അർബഅ തക്ബീറാത്തിൻ, നാം എന്ത് ചെയ്യും? നാം 4 തക്ബീർ ചെല്ലും. എവിടെ? സ്വലാത്തി അലൽ മയ്യിത്തി, മയ്യത്തിന് വേണ്ടിയുള്ള നമസ്കാരത്തിൽ. മയ്യത്തിന് വേണ്ടിയുള്ള നമസ്കാരത്തിൽ എന്ത് ചെയ്യും? 4 തക്ബീറാണ് ഉള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ തക്ബീറാത്തിന് ഉപയോഗിച്ചത്? പിന്നെ തക്ബീറിന്റെ ബഹുവചനം ഉപയോഗിക്കാതെ തക്ബീറത്തിന്റെ ബഹുവചനമാണ് ഉപയോഗിച്ചത്. തക്ബീറത്തുൻ. അപ്പോ എണ്ണം പറയാൻ വേണ്ടി തക്ബീറത്തുൻ എന്ന സ്ത്രീലിംഗ പദത്തിന്റെ ബഹുവചനമാണ് തക്ബീറാത്തിൻ. പിന്നെ അത് മഫ്ഊൽ മുസ്തഖ് ആയതുകൊണ്ട് ഇത് നസ്ബ് ചെയ്ത് കസ്റത്ത് കൊണ്ട് നസ്ബ് ചെയ്തിട്ടുണ്ട്. യുകബ്ബിറു അർബഅ തക്ബീറാത്തിൻ. ഇവിടെ നസ്ബല്ല കേട്ടോ. തക്ബീറാത്ത് എന്താണ് ഇവിടെ? ജർ ചെയ്തിരിക്കുകയാണ്. കാരണം എണ്ണത്തിന് ശേഷം വന്നപ്പോ എന്ത് ചെയ്തു? ജർ ചെയ്തു. ഇലാഫത്തിലാണ് വരിക. ഫിസ്സലാത്തി അലൽ മയ്യിത്തി വഇദാ കാന ബിനാഉൽ മസ്ദറിൽ അസ്ലി ബിത്താഇ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്രിയാധാതു താ, ഒറിജിനൽ താ ഉള്ളതാണെങ്കിലോ? ഇദാ കാന ബിനാഉൽ മസ്ദറിൽ അസ്ലി, അതിന്റെ ഒറിജിനൽ മസ്ദർ ബിത്താഇ, താ കൊണ്ടുള്ളതാണെങ്കിലോ? ദുകിറ ബഅദഹു മാ യദുല്ലു അലൽ അദദി, ദുകിറ പരാമർശിക്കപ്പെടും, ബഅദഹു അതിന് ശേഷം, മാ യദുല്ലു അലൽ അദദി എണ്ണം പറയുന്ന എന്തെങ്കിലും അവിടെ പരാമർശിച്ചിട്ടുണ്ടാവും. ഉദാഹരണം നഹ്വ് റഹിംതുഹു റഹ്മതൻ വാഹിദതൻ. അപ്പൊ അവിടെ റഹിംതുഹു റഹ്മത്തൻ എന്ന് പറഞ്ഞാൽ പോരാ. കാരണം എന്താ? റഹ്മത്ത് എന്നുള്ളത് സ്വതവേ താഴെയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കരുണയുടെ എണ്ണമാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ റഹ്മത്തൻ വാഹിദത്തൻ ഒരു പ്രാവശ്യം കരുണ ചെയ്തു. റഹിംതുഹു റഹ്മത്തൻ വാഹിദത്തൻ, ഞാൻ അവന് ഒരു പ്രാവശ്യം കരുണ ചെയ്തു എന്ന് പറയും. കാരണം റഹ്മത്തിന് സ്വതവേ തായുണ്ട്. അപ്പോൾ എണ്ണം പറയാൻ വേണ്ടി അതിനെ സൂചിപ്പിക്കുന്ന മറ്റു വാക്ക് ചേർക്കണം. അല്ലെങ്കിൽ ലാനും പോലെയാണെങ്കിൽ ലാനത്ത് ആക്കുമ്പോൾ എന്താ? എണ്ണം ആണെന്ന് മനസ്സിലാകും. അപ്പോൾ ലാനത്തുൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ല, ലാനത്തൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒരു ശാപം എന്ന് വരും. അഖംതു ഇഖാമത്തൻ വാഹിദത്തൻ, അഖംതു ഇഖാമത്തൻ വാഹിദത്തൻ എന്താർത്ഥം? അഖംതു, ഞാൻ ഇഖാമത്ത് കൊടുത്തു. ഇഖാമത്തൻ വാഹിദത്തൻ. അപ്പൊ ഇമാം വന്നിട്ട് ഇഖാമത്ത് കൊടുക്കാൻ പറഞ്ഞു. ഇമാം വയ്യ വന്നത്. ഇഖാമത്ത് കൊടുത്തിട്ട് ആൾക്കാർ നമസ്കരിക്കാൻ കാത്തിരിക്കുമ്പോഴാണ് ഇമാം വന്നത്. അപ്പൊ ഇമാം വീണ്ടും പറഞ്ഞു ഇഖാമത്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴും അതിന് പറഞ്ഞു അഖംതു ഇഖാമത്തൻ വാഹിദത്തൻ, ഞാനൊരു ഇഖാമത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ഇഖാമത്ത് കൊടുത്തിട്ടുണ്ട് ഒരു തവണ. എന്തുകൊണ്ടാണ് വാഹിദത്ത് വന്നതപ്പോൾ? എണ്ണം പറയാൻ വേണ്ടി വാഹിദത്ത് വന്നു. കാരണം ഇഖാമത്തിലുള്ള താ ഒറിജിനൽ ക്രിയാധാതുവിനോടൊപ്പം ഉള്ളതാണ്. അതുകൊണ്ട് എണ്ണം പറയാൻ വേണ്ടി വേറൊരു താ ചേർക്കണം. അല്ല, വേറെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന മറ്റു പദം ചേർക്കണം. വാഹിദത്തൻ ചേർത്തു. അതുകൊണ്ട് വാഹിദത്തൻ ചേർത്തു. തർജംതു അൽ കിതാബ തർജമത്തൻ വാഹിദത്തൻ. തർജംതുൽ കിതാബ, ഞാൻ കിതാബിനെ പരിഭാഷപ്പെടുത്തി. നമ്മൾ തർജമ എന്ന് പറയൂലേ, അതാണ് തർജംതുൽ കിതാബ തർജമത്തൻ വാഹിദത്തൻ. ഞാൻ ഒരു തവണ തർജമ ട്രാൻസ്ലേറ്റ് ചെയ്തു. സുഖൽ മസ്ദർ മർറത്ത് മിനൽ അഫ്ആൽ ആതിയ, തുടർന്ന് വരുന്നതിൽ നിന്നും ക്രിയാധാതുവിന് എന്ത് ഉണ്ടാക്കണം? തവണയുടെ ക്രിയാധാതുവിന് ഉണ്ടാക്കുക. വഖഫ ക്രിയാധാതു തവണ വരുമ്പോ എന്താവും?
നമ്മൾ വഖഫ് സ്വത്ത് എന്ന് പറയൂലേ, അപ്പൊ അത് വഖഫാണ്. അതിനെ തവണയിലെ ക്രിയാധാതുകം ഉണ്ടാക്കിയാൽ എന്താവും? വഖഫത്തൻ. വഖഫൻ. വഖഫല്ല, തവണ വരുമ്പോൾ താ വേണം, വഖഫത്തൻ വേണം. വഖഫത്തൻ. ആ അക്കലാണെങ്കിൽ അഖിലത്തൻ. അഖിലത്തൻ. മറ്റേത് അഖിലൻ ലമ്മ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അത് മസ്ദർ ആയിട്ട് അതിന്റെ ആ രീതി, അതിന്റെ ഇനം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അഖിലൻ ലമ്മൻ, അതിന്റെ രീതി പറയാൻ വേണ്ടി, എണ്ണമല്ല, തീറ്റയുടെ എണ്ണമല്ല. അപ്പൊ അക്കൽത്തു, ഞാൻ ഒരു തവണ തിന്നുന്നുള്ളതിന് എന്ത് പറയും? അഖിലൻ വാഹിദത്തൻ. വാഹിദ് വേണ്ട, വാഹിദത്തൻ. അഖിലത്തൻ എന്ന് പറഞ്ഞാൽ മതി. അക്കൽത്തു അഖിലത്തൻ. കാരണം അവിടെ അഖിലുൻ എന്ന് വേറെ ക്രിയാധാതും ഉണ്ട്. അപ്പൊ എണ്ണം പറയാൻ വേണ്ടി താഴെ ക്രിയാധാതു പറഞ്ഞാൽ മതി, അഖിലത്തൻ. അക്കൽത്തു അഖിലത്തൻ. പിന്നെ മറ വാഹിദ എന്ന് പറയണ്ട. ഗൾഫേരൊക്കെ ആണെങ്കിൽ മറ വാഹിദ പറയും. സ്പോക്കൺ ലാംഗ്വേജിലേക്ക് ഉണ്ടാകാം പ്രാദേശിക ഭേദം എന്നൊക്കെ പറയുന്ന പോലെ സ്പോക്കൺ ലാംഗ്വേജ് ഉണ്ടാകാം. പക്ഷേ സാഹിത്യ ഭാഷയത്തിൽ അല്ലെങ്കിൽ ഒറിജിനൽ റിട്ടൺ ലാംഗ്വേജിൽ അക്കൽത്തു അഖിലത്തൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം തിന്നുന്നതായി. അക്കൽത്തു അഖിലൻ എന്നല്ല പറഞ്ഞത്. അക്കൽത്തു അഖിലൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു തീറ്റി തിന്നു, അവിടെ ഇനം വരും. അല്ലെങ്കിൽ അതിന്റെ വേറൊന്നും പറഞ്ഞില്ലെങ്കിൽ അതിന്റെ എംഫസൈസിങ് ആയി. അതേസമയം അക്കൽത്തു അഖിലൻ എന്ന് വേറെ ഉണ്ട്. അപ്പൊ എണ്ണം പറയാൻ വേണ്ടിയാണെങ്കിൽ അക്കൽത്തു അഖിലത്തൻ, ഞാൻ ഒരു പ്രാവശ്യം തിന്നു. അപ്പോ ജലസയുടെ എണ്ണത്തിന്റെ എണ്ണത്തിന്റെ ക്രിയാധാതുകം എന്തായിരിക്കും? ജൽസത്തൻ. 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 സല്ലംതു. സല്ലം. സല്ലംതു. സല്ലമ സല്ലമത്തൻ. അല്ല, തസ്ലീമത്തൻ വാഹിദത്തൻ. മസ്ദർ. തസ്ലീമത്തൻ വാഹിദത്തൻ. അല്ല, തസ്ലീമത്തല്ല. കാരണം എന്താണ്? അതെ, വാഹിദത്തും അല്ല. സല്ലമയുടെ ക്രിയാധാതു എന്താണ്? തസ്ലീമാണ്. അപ്പൊ എന്താണ്? താ ചേർക്കുന്നതോടുകൂടി എന്തായി? എണ്ണമായി. സല്ലംതു തസ്ലീമത്തൻ. എണ്ണമായി. അൽ ആഷിർ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് എണ്ണം പറയാൻ വേണ്ടി ജലസയുടെ എണ്ണം പറയാൻ വേണ്ടി എന്താ പറഞ്ഞത്? ജൽസത്തിൽ എന്നാണ് പറഞ്ഞത്. നർബത്തിൻ പോലെ ജൽസത്തിൽ എന്നാ പറഞ്ഞത്. 10ാമത്തിൽ എന്ത് പറയുന്നു? ജിൽസത്തെ താലിബി അൽമിൻ. പാഠത്തിലൊരു ഭാഗം വന്നിരുന്നു, ജിൽസത്തെ താലിബി അൽമിൻ. അപ്പൊ ജിൽസത്തുൻ എന്താണ്? മിസാലിൻ ലി മസ്ദരിൽ ഹൈഅത്തി. അത് ഹൈഅത്താണ്. ഹൈഅത്ത് എന്താണ്? രീതി, ഭാവം. ഇരിക്കുന്നതിന്റെ രീതിയാണ് ജിൽസത്ത് എന്ന് പറയും. മസ്ദറുൽ ഹൈഅത്തി. ഹൈഅത്തിന്റെ മസ്ദർ എന്ന് പറഞ്ഞാൽ മാ യുസ്കറു ലി ദലാലത്തി അലാ ഹൈഅത്തിൽ ഫഇലി വസിഫത്തിഹി. അതിന്റെ രീതിയും ക്രിയയുടെ രീതിയും വിശേഷണവും വിശേഷണവും സൂചിപ്പിക്കുന്ന പദമാണെന്ത്? ഹൈഅത്ത്. മസ്ദറുൽ ഹൈഅത്തി. മസ്ദറുൽ ഹൈഅത്തി രീതി അല്ലെങ്കിൽ ഇനം അല്ലെങ്കിൽ ഭാവം. മാ യുസ്കറു അത് പരാമർശിക്കപ്പെടുന്നതാണ് ഈ ദലാലത്തി സൂചിപ്പിക്കുന്നതിന് വേണ്ടി അല ഹൈഅത്തിൽ ഫഇലി ഹാവഭാവങ്ങൾ നമ്മൾ പറയുന്നത്. നമ്മുടെ മലയാളത്തിൽ സ്റ്റൈൽ എന്നാണ് പറയുന്നത്. മലയാളത്തിൽ വാക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് കലവെടുത്താൽ മതി. അപ്പോ അല ഹൈഅത്തിൽ ഫഇലി അതിന്റെ ക്രിയയുടെ സ്റ്റൈല്, വസിഫത്തിഹി അതിന്റെ വിശേഷണം, വയുസാഹു അതുണ്ടാക്കപ്പെടും അല്ലെങ്കിൽ രൂപമാറ്റം ചെയ്യപ്പെടും,
അലാ വസ്നി ഫിഅലത്തിൻ. അപ്പൊ ഫിഅലത്തിന്റെ ബികസ്രിൻ വസുക്കൂനിൻ. നേരത്തെ പറഞ്ഞ ഫത്ഹും സുക്കൂനായിരുന്നു. ഇവിടെ കസ്റും സുക്കൂൻ കൊടുത്താൽ എന്താവും? ഹൈഅത്ത് വരും. അതുകൊണ്ടാണ് പാഠത്തിൽ പറഞ്ഞത് ഇജ്ലിസ് ജിൽസത്തെ താലിബ് ഇൽമിൻ. സ്റ്റുഡന്റിനോട് പറഞ്ഞു, നീ സ്റ്റുഡന്റ് ഇരിക്കുന്ന പോലെ ഇരിക്കുമെന്ന് പറഞ്ഞു. വിദ്യയെ യാചിക്കുന്നവൻ ഇരിക്കുന്ന പോലെ ഇരിക്കും. താലിബ് ഇൽമിൻ. താലിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്വസ്റ്റ് ചെയ്യുന്ന ആള്. താലിബ് തൊലബ റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ അത് വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ, അപ്പൊ ഒരു വിദ്യാർത്ഥിയുടെ ഇരുത്തം നീ ഇരിക്കൂ. ബികസ്രിൻ വസുക്കൂനിൻ നഹ്വു ജിൽസത്തുൻ മിൻ ജലസ. ജലസയിൽ നിന്നും ജിൽസത്ത് പറയുന്നത് പോലെ. ഫി തൻസീൽ ഖുർആനിലുണ്ട് فأما من ثقلت موازينه فهو في عيشة راضية في عيشة راضية. അപ്പോ فأما من ثقلت ഏതൊരുവന്റെ മവാസീനുഹു ഏതൊരുവന്റെ തുലാസുകൾ ഭാരം തൂങ്ങിയോ, ഫഹുവ ഫീ ഈശത്തിൻ റാദിയത്തിൻ. നമ്മൾ പറയും ഈശത്തിൻ റാദിയത്ത് എന്ന് പറഞ്ഞാല് അത് തൃപ്തികരമായ ജീവിതം എന്ന് പറയും. അപ്പൊ അതെന്തല്ല യഥാർത്ഥത്തില്? വിശേഷണമല്ല, മറിച്ച് എന്താണ്? നമ്മൾ വിശേഷണവും വിശേഷിപ്പിക്കപ്പെടുന്ന പദവും എന്ന രീതിയിലാണ് നമ്മൾ പറയുക. അപ്പോ താ ഉള്ളതാണ്, ഐനാണ്. അല്ല, ഐനിന് എന്താണ്? കസ്റാണ്. അപ്പൊ എന്താ വന്നിരിക്കുന്നത്? അതിന്റെ ഭാവം, ഇനം, സ്റ്റൈല്. ഏത് സ്റ്റൈലിലുള്ള ജീവിതമാണ്? തൃപ്തികരമായ. അപ്പൊ അതുകൊണ്ടാണ് ഈശത്ത് എന്ന കസ്റും സുക്കൂനും കൊടുത്തത്. രണ്ടാമത്തെ അക്ഷരം ദീർഘമായതുകൊണ്ട് മദ്ദായതുകൊണ്ട് നമുക്ക് അറിയുന്നില്ലെന്നേ ഉള്ളൂ. അത് അവിടെ സുക്കൂനെന്ന് നമുക്ക് പറയാം. ഈശത്തിൻ റാദിയത്തിൻ. ഇങ്ങനെ ഗ്രാമർ പഠിക്കുമ്പോഴേ നമുക്ക് എന്താവുള്ളൂ? അതിന്റെ ഒറിജിനൽ മീനിങ് കിട്ടുള്ളൂ. എന്ത് തരം, എന്ത് സ്റ്റൈലിലുള്ള ജീവിതമാണ്? തൃപ്തികരമായ ജീവിതം. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? സഫലത്ത് മവാസിന് പോകും. ഈ ലോകത്തെ ജീവിതത്തിന്റെ ഭാരം, തന്മയുടെ ക്ലാസുകളിൽ ഭാരം തൂങ്ങണം. ഹദീസ് നിർവചനത്തിലുണ്ട്, നിങ്ങൾ ഒരാളെ വധിച്ചാൽ എന്ത് ചെയ്യണം? അതിലും ഇഹ്സാൻ ഉണ്ടാകുക. അഹ്സിനുൽ ഖിത്ലത്ത്. നിങ്ങൾ എന്ന് പറഞ്ഞു ഖിത്ലത്ത് എന്ന് എന്തുകൊണ്ടാ പറഞ്ഞത്? ഖത്ലെന്ന് പറയാതെ ഖിത്ലത്ത് എന്ന് പറയാൻ കാര്യം എന്താ? ആ കൊല്ലുന്നതിന്റെ സ്റ്റൈലിൽ, അതിനകത്തുള്ള രീതിയിൽ, വധിക്കുന്നതിന്റെ രീതിയിൽ ഇഹ്സാൻ ഉണ്ടാവുക. ഒമിനൽ അംസാലി, മറ്റ് ഉദാഹരണങ്ങളിൽ പെട്ടതാണ് ഹശഫൻ വസൂഅ കീലത്തിൻ. ഹശഫൻ വസൂഅ കീലത്തിൻ. അപ്പൊ ഹശഫിന്റെ മീനിങ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അൽ ഹശഫു അർദഉ തംരി. അപ്പൊ അവിടെ ഒട്ടകത്തിന് പല ഇനങ്ങളുണ്ട്, അതേപോലെ തമറിനും പല ഇനങ്ങളുണ്ട്. അത് ഭാഷയിൽ ഓരോ വാക്കുകൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതൊരു വാക്കാണ് ഹശഫ്. ഹശഫ് എന്തുവാ ഉപയോഗിക്കുന്നത്? അർദഉ തംരി. എങ്ങനെയുള്ള തമ്രാണ്? ഏറ്റവും മുന്തിയ ഇനമല്ല, ഏറ്റവും മോശമായ ഇനം. അർദഉ തംർ. അതാണ് ചോദ്യം. ഹശഫൻ വസൂഅ കീലത്തിൻ. യുദ്റബു ഹാദൽ മിസാലു ലിമൻ യജ്മഉ ഖസ്ലത്തൈനി മക്രൂഹത്തൈനി. അപ്പൊ ഈ മിസാൽ എന്ന് പറയുന്നത് എന്താ? മിസാലല്ല, മസൽ. മസൽ എന്താണ്?
പോലെ പോലെയല്ല. ഉദാഹരണം. മസാലു നമ്മളെന്താ പറയാ, വിഷയം പഴഞ്ചൊല്ലെന്ന് പറയില്ലേ, Example ആ. പഴഞ്ചൊല്ല്. പഴഞ്ചൊല്ല് പഴഞ്ചൊല്ല് അതാണ്, പഴഞ്ചൊല്ലാണ്. ഹഷഫൻ വസു അക്കീലത്തിൻ. അപ്പൊ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് ഉപയോഗിക്കുന്ന എന്തിനാണ്? യുദ്റബു ഹാദൽ മസലു, ഈ പഴഞ്ചൊല്ല് ഉപയോഗിക്കപ്പെടും. വറബല്ലാഹു മസലൻ എന്ന് പറഞ്ഞില്ലേ, അതാണ്. അതുകൊണ്ടാണ് വറബയ്ക്ക് അടിയല്ല അർത്ഥം. യുദ്റബു ഹാദൽ മസലു, ഈ പ്രയോഗം എന്നർത്ഥം, അല്ലെങ്കിൽ ചൊല്ല് പറയുന്നത് ആർക്കാണ്? ലിമൻ യജ്മഉ ഖസ്ലത്തൈനി. ഖസ്ലത്ത് എന്താണ്? ഗുണം, ആട്രിബ്യൂട്ട്, ഗുണം. ഖസ്ലത്തും മിനൻ നിഫാഖ് എന്ന് ഹദീസിൽ വന്നിട്ടുള്ള നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സലാസും മൻകുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ സല. സലാസും മൻകുന്ന ഫീഹി സലാസും കാന മുനാഫിഖൻ ഖാലിസൻ എന്ന് പറഞ്ഞല്ലോ, അതിൽ പറയുന്നുണ്ട് ആ ഹദീസിൽ. ഖസ്ലത്തുൻ കാനത്ത് ഫീഹി ഖസ്ലത്തും മിനൻ നിഫാഖ്, കാന ഫീഹി ഖസ്ലത്തുൻ മിൻഹു കാന ഫീഹി ഖസ്ലത്തുൻ മിനൻ നിഫാഖ്. ആർക്കെങ്കിലും ആ 3 ഗുണത്തിൽ ഒരു ഗുണം ഉണ്ടായാൽ അവനിൽ കാപട്യത്തിന്റെ ഒരിനം ഉണ്ട്. എന്താണ് ഖസ്ലത്തുൻ? ഒരിനം അല്ലെങ്കിൽ ഒരു ഗുണം. ഖസ്ലത്തുൻ ഗുണം. ലിമൻ യജ്മഉ ഖസ്ലത്തൈനി, 2 ഗുണങ്ങൾ അല്ലെങ്കിൽ 2 ഇനം വിശേഷണങ്ങൾ ഒരുമിച്ച് കൂടിയവൻ ഞാൻ എന്ത് പറയുന്നത്? ഹഷഫൻ വസു അക്കീലത്തൻ. ഹഷഫൻ വസു അക്കീലത്തൻ എന്ന് കീലത്തിനെന്ന് ഉപയോഗിക്കുന്നത്. അപ്പോ മിനൽ അംസാലി, മസലിന്റെ ബഹുവചനമാണ് അംസാല്. അപ്പൊ മസലിന് ഉപമ, ഉദാഹരണം എന്ന് പറയുന്ന പോലെ തന്നെ മസല് എന്താണ്? പഴഞ്ചൊല്ലുകൾ, വിദഗ്ധമായ പഴയ ചൊല്ലുകൾ എന്ന അർത്ഥത്തിലാണ്. പഴഞ്ചൊല്ലുകൾ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് എന്നല്ല. നമ്മുടെ പഴഞ്ചൊല്ല് എന്ന് പറഞ്ഞാൽ എന്താ? അത് പരിഗണനീയമായ ചൊല്ലാണ്, പക്ഷെ മുൻകാലങ്ങളിൽ ഉള്ളതാണ്. അതിനും എന്ത് പറയും? മസലുൻ അംസാലിൻ എന്ന് പറയും. അപ്പൊ അങ്ങനെ ചൊല്ല് പറയുന്നത് ആർക്ക് വേണ്ടിയാണ്? ഹഷഫൻ വസു അക്കീലത്തൻ എന്ന് പറയുന്നത് 2 ദുർഗുണങ്ങൾ ഒരുമിച്ച് കൂടിയ. മക്രൂഹത്ത് എന്ന് പറഞ്ഞാൽ, മക്രൂഹിന്റെ അർത്ഥം എന്താ? കരിഹ, വെറുത്തു. മക്രൂഹ് വെറുക്കപ്പെട്ടത്. ഹസുലത്തൈനി മക്രൂഹത്തൈനി. എന്താ മക്രൂഹത്തൈനിക്ക് താ ഉപയോഗിച്ചെന്നു? മക്രൂഹൈനി എന്നുള്ള പറയുന്നത്? ഫസ്ലത്തൈനിയുടെ അവിടെ എന്താണ്? എണ്ണമാണ്, എണ്ണമാണ്. ഹസുലത്ത് സ്ത്രീലിംഗമായത് കൊണ്ട് മക്രൂഹത്തൈനി എന്ന് പറഞ്ഞ് നമുക്ക് പറയാം. പക്ഷെ ശരിക്കും എന്താണ് അത്? എണ്ണമായതുകൊണ്ടാണ് ക്രിയാധാതു അങ്ങനെ ഉപയോഗിച്ചത്. തഖ്ദീറുൽ കലാമി. തഖ്ദീറുൽ കലാം എന്ന് പറഞ്ഞാൽ തഖ്ദീർ എന്താണ്? അതിൽ തഖ്ദീറുൽ കലാം എന്ന കലാമിന്റെ ഉദ്ദേശം എന്നാണ് ശരിക്കും അർത്ഥം, അല്ലാതെ വിധിയല്ല. തഖ്ദീറുൽ കലാം, കലാമിന്റെ സങ്കല്പം, ഉദ്ദേശം എന്താണ്? അതബീഉ ഹഷഫൻ വതകീലു സൂഅ കീലത്തിൻ എന്നാണ്. ഈ നേരത്തെ പറഞ്ഞതിന്റെ ഭാഷാർത്ഥം അല്ലെങ്കിൽ അതിന്റെ ഉള്ളടക്കം എന്താണ്? ഹഷഫൻ വസൂഅ കീലത്തിൻ എന്നാണ് പറയുന്നത് മസലിലുള്ളത്. ഏതില്? പഴഞ്ചൊല്ലിലുള്ളത്. അതിന്റെ തഖ്ദീറുൽ കലാം അതിന് മനസ്സിലാക്കുന്നത് എന്താണ്? ആ തബീഉ ഹഷഫൻ, നീ വിൽക്കുന്നത് മോശമായ തമറാണല്ലോ. ആ തബീഉ ഹഷഫൻ, മോശമായ തമറാണോ നീ വിൽക്കുന്നത്? വതകീലു സൂഅ കീലത്തിൻ, വതകീലു നീ എന്ത് ചെയ്യുന്നു? കീലെന്താ? കീലുവിന്റെ അർത്ഥം എന്താ? അളന്നു കൊടുക്കുക. അളന്നും
തൂക്കി. ആ കൊടുക്കുക. അപ്പൊ തക്കീലു സൂഅ കീലത്തിൻ, ഈ തൂക്കുന്നത് മോശമായ തൂക്കവുമാണല്ലോ. കീലെന്ന് പറഞ്ഞാൽ അളവ്. സമരെന്താ എങ്ങനെ അളക്കുന്നവര്? നമ്മളെ നാഴിയും പറയും വെച്ച് അളക്കൂല്ലേ, അതേപോലെ നാഴിയും പറയും വെച്ച് മുദ് സാഹ വെച്ചിട്ടാണ് അളക്കുന്നത്. തക്കീൽ സൂഅ കീലത്തിൻ, നീ അത് അളന്നു കൊടുക്കുന്നത് മോശമായ അളവുമാണല്ലോ. അപ്പൊ രണ്ട് കാര്യമുണ്ട്. ഒന്ന് എന്താണ്, മോശമായ തമറാണ് കൊടുക്കുന്നത്. എന്താണ് ഹഷഫിന്റെ അർത്ഥമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഹഷഫ് എന്ന് പറയുന്നത് ഒരു തരം ഒരു തമറിലെ ഒരു ഇനത്തിനാണ് ഹഷഫ് എന്ന് പറയുന്നത്. എന്തിനാണ് ആ തമറിന്റെ എങ്ങനെയുള്ള ഇനത്തിനാണ് ഹഷഫ് എന്ന് പറയുന്നത്? അർദ്ധ ഉത്തമരി. അർദ്ധ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും മോശമായത്. ഏറ്റവും മോശമായ തമർ എന്ന് പറയുന്ന പേരാണ് ഹഷഫ്. അപ്പോ ഇങ്ങനെ ഉപമ വരാൻ കാരണം എന്താണ്? മോശമായ തമറാണ്, എന്നാ അത് മോശമാണ് എന്ന് വിചാരിച്ച് അല്പം കൂടുതൽ കൊടുക്കുവോ? അതുമില്ല, അളവിലും കുറവ് വരുത്തിയാണ്. തക്തീർ കലാമി, അതിന് കലാമിന്റെ സങ്കല്പം തബിയ ഹഷഫൻ, നീ വിൽക്കുന്നത് മോശമായ തമർ വിൽക്കുകയാണോ? തക്കീലു സൂഅൽ കീലത്തി, മോശമായ അളവ് അളക്കുകയാണോ? വഖാല ഷായിറു മശൈന മിഷ്യത്തൽ ലൈസി. അപ്പൊ മഷൈന മഷിയൻ എന്നല്ല പറഞ്ഞത്, എന്താ പറഞ്ഞത്? മഷൈന മിഷ്യത്തൽ ലൈസി. ലൈസ് എന്താ? സിംഹം. മഷൈന മിഷ്യത്തൽ ലൈസി, സിംഹത്തിന്റെ നടത്തം ഞങ്ങൾ നടന്നു. അപ്പൊ മിഷ്യത്ത് എന്ന് ഉപയോഗിക്കുന്ന കാര്യം എന്താ? അതിന്റെ ഹൈഅത്ത്. സിംഹം എങ്ങനെ നടക്കുന്നത്? ആ നടത്തത്തിന്റെ ഭാവഹാവം അല്ലേ, അതാണ് മിഷ്യത്ത് എന്ന്. അതുകൊണ്ടാണ് മിഷ്യത്ത് എന്ന് ഉപയോഗിച്ചത്. അപ്പൊ ഭാവഹാവങ്ങൾ പറയുന്നതിനാണ് ജിൽസത്ത് പോലെ പറയുന്നത്, ക്രിയാതാത് ഉണ്ടാക്കുന്നത്. അപ്പൊ മഷീന മിഷ്യത്ത് ലൈസി, സിംഹം ഇതിന്റെ നടത്തം നടന്നു. അതാ ചെയ്തു പ്രഭാതത്തിൽ. വല്ലൈസു ഗദ്ബാനു, ലൈസ് അല്ല, താഴെ എഴുതിയിട്ടുണ്ട് അസദാണ്. ലൈസ് എന്ന് പറഞ്ഞാൽ അസദാണ്. ലൈസിന്റെ ബഹുജനമാണ് ലിയൂസ്. വല്ലൈസു ഗദ്ബാനു, അസദാകട്ടെ ഗദ്ബാനുമാണ്, കോപിഷ്ഠനാണ്. അപ്പൊ കോപിഷ്ഠനായ സിംഹം നടക്കുന്ന നടത്തത്തിലാണ് നടന്നത്. എന്താ അതിന്റെ? സിംഹം എന്നത് സ്വതവേ എന്താണ്, ക്രൗര്യമുള്ള മൃഗമാണ്. അതിന്റെ കൂടെ ക്രോധം കൂടി ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ക്രൂരതയുണ്ട്, കോപവും കൂടെ ഉണ്ട്. എന്തായിരിക്കും? ഇരട്ടി കോപമായിരിക്കും. ഇതിന് പറയാൻ വേണ്ടിയാണ് ഇതിന് മിഷ്യത്ത് എന്ന് ഉപയോഗിച്ചത്. അപ്പം കവി എന്ത് ചെയ്തിരിക്കുകയാണ്? അതിന്റെ അങ്ങേയറ്റം ചെയ്തിരിക്കുകയാണ്, അങ്ങേയറ്റത്തെ സാഹിത്യമായ വാക്ക് ഉപയോഗിച്ചിരിക്കുകയാണ്. അടുത്ത് താഴെ പറയുന്ന ക്രിയകളിൽ നിന്നും എന്ത് ചെയ്യുക? ഹൈഅത്തിന്റെ മസ്തർ ഉണ്ടാക്കുക. ലാ യുബ്ന മസ്ദറുൽ ഹൈഅത്തി മിൻ ഗൈരി സുലാസിയിൽ മുജറദി. അപ്പൊ ഹൈഅത്തിന്റെ ക്രിയാധാതു, ഹൈഅത്തിന്റെ ക്രിയാധാതു എന്ന് പറയുന്ന ഭാവഹാവം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ജിൽസത്ത് പോലെയുള്ള ക്രിയാധാതു ഉണ്ടാക്കപ്പെടുകയില്ല. ലാ യുബ്ന, എവിടെ നിന്ന് ഉണ്ടാക്കപ്പെടുകയില്ല? മിൻ ഗൈരി സുലാസി, മൂന്ന് അടിസ്ഥാന അക്ഷരങ്ങൾ സുലാസിയിൽ മുജറദ്, മൂന്ന് അടിസ്ഥാന അക്ഷരങ്ങൾ മാത്രമുള്ളതിൽ നിന്നല്ലാതെ ഉണ്ടാക്കുകയില്ല. അപ്പൊ ഹൈഅത്ത് ഉണ്ടാക്കുന്നത് ഏതിൽ നിന്ന് മാത്രമാണ്? മൂന്ന് അക്ഷരങ്ങൾ മാത്രമുള്ള ക്രിയയിൽ നിന്ന് മാത്രമേ ഹൈഅത്ത് ഉണ്ടാക്കാൻ പറ്റൂ, ജിൽസത്ത് പോലെ. അതാണ്
അയ്യ മുൻകലബിൻ യൻകലിബൂൻ. വന്നില്ലല്ലേ? മുൻകലബ് എന്താണ്? അപ്പൊ മുൻകലബ് മുൻകലബുൻ മിസാലുൻ ലിൽ മസ്ദറിൽ മീമിയ്യി. മസ്ദറുൽ മീമിന്റെ ഉദാഹരണമാണ്. വഹുവ മാ കാന ഫി അവ്വലിഹി മീമുൻ സായിദത്തുൻ നഹ്വ മദ്റബുൻ വമമാത്തുൻ വമഅരിഫത്തുൻ അപ്പൊ ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടല്ല കേട്ടോ, ഇത് വേറെ കാര്യം പറയുന്നതാണ്. ഏത്? അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കണം, അത് നമ്മൾ വിട്ടുപോയി. ആശയുടെ എന്തുണ്ടാക്കണം? ആശയുടെ മസ്ദറുൽ ഹൈഅത്ത് എന്താണ്? ഐഷത്തുൻ. മാത്തയുടെ മസ്ദറുൽ ഹൈഅത്ത് മീത്തത്ത്. മാത്ത മീത്തൻ ജാഹിലിയത്തൻ എന്ന് പറഞ്ഞല്ലേ? മൻ ഫാറഖൽ ജമാഅത ഈദ ശിബ്രിൻ വമാത മീത്തൻ ജാഹിലിയത്തൻ. മൻ ഫാറഖൽ ജമാഅ, അതായത് ജമാഅത്തിൽ നിന്നും അൽ ജമാഅത്ത് ഇസ്ലാമിക മുസ്ലിം സംഘം ഉണ്ടല്ലോ, ആ അൽ ജമാഅത്തിൽ നിന്നും വേർപെട്ട ഒരാൾ മരിച്ചാൽ മാത്ത മീത്തൻ ജാഹിലിയത്തൻ എന്നാണ്. അപ്പൊ എന്താ മീത്തത്ത് ഉപയോഗിച്ചത്? എന്തിനു വേണ്ടിയാണ്? അതിന്റെ ഹൈഅത്ത് പറയാൻ വേണ്ടിയാണ്. ആ ടൈപ്പ് ഓഫ് മരണം, ഏതിനം മരണമാണ് അത്, ഹൈഅത്ത്, ആ ഭാവം, വെള്ളത്തിന്റെ ഭാവമാണ് പറഞ്ഞത്. അതിനാണ് മീത്തത്ത് എന്ന് പറയുന്നത്. മാത്ത മീത്തൻ. ജലസയുടേത് ജിൽസത്തൻ. കത്തലയുടേത് ജലസ ജിൽസത്തൻ, കത്തല ഖിത്ലത്തൻ. നമ്മള് അർബഈൻ നബവിയിലുണ്ടല്ലോ ഹദീസ്, നേരത്തെ പറഞ്ഞ ഹദീസ് അർബഈൻ നബവിയിലുണ്ട്. നബവിയുടെ 40 ഹദീസുകൾ ആ കയ്യിൽ വെച്ചിട്ട് ഇടയ്ക്കിടത്തി വായിച്ച് കുറെ കാണാൻ പിടിക്കുക. അപ്പൊ അതിലുണ്ട് ഇത് ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ലത. അപ്പൊ അഹ്സിനുൽ ഖത്ൽ എന്ന് പറയാതെ അഹ്സിനുൽ ഖിത്ലത എന്ന് പറയുന്നത് എന്താണ്? ആ മതത്തിന്റെ ആ ഹൈഅത്ത്, ആ ഭാവം എന്തായിരിക്കണം? ആ ഭാവം എങ്ങനെ ഇരിക്കണം അതിന് പറയാൻ വേണ്ടിയാണ് ഖിത്ലത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ അൽ ഹാദി അശർ, 11ാമത്തെ പോയിന്റ്, അയ്യ മുൻകലബിൻ യൻകലിബൂൻ എന്ന് പാഠത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മുൻകലബുൻ എന്ന് പറഞ്ഞത് എന്താണ്? ഷുഅറയിലെ സൂക്തമാണത്. മിസാലുൻ ലിൽ മസ്ദറിൽ മീമിയ്യി. മീമി മസ്ദറിന്റെ ഉദാഹരണത്തിൽപ്പെട്ടതാണ്. മീമി മസ്ദർ, മീമുള്ള മസ്ദറിന്റെ ഇതിൽപ്പെട്ടതാണ്. അയ്യ മുൻകലബിൻ യൻകലിബൂൻ. അപ്പൊ മീമുള്ള മസ്ദർ എന്ന് പറഞ്ഞാൽ എന്താണ്? വഹുവ മാ കാന ഫി അവ്വലിഹി മീമുൻ സായിദത്തുൻ. ഇൻകലബ യൻകലിബ് എന്ന് പറഞ്ഞാൽ എന്താ വരേണ്ടത്? ക്രിയാധാതു ഇൻകിലാബുൻ എന്നാ ക്രിയാധാതു വരേണ്ടത്. വഹുവ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? മീമ് കൊടുത്ത് ക്രിയാധാതു ഉണ്ടായിരിക്കുകയാണ്. അയ്യ മുൻകലബിൻ യൻകലിബൂൻ എന്ന് പറയുമ്പോൾ അത് പിന്നെ എന്താണ്? കർമ്മമല്ല എന്ന് മനസ്സിലായില്ലേ? അയ്യ മുൻകലബിൻ യൻകലിബുൻ, എന്ത് തരത്തിലുള്ള തിരിച്ചു പോക്കാണ് നിങ്ങൾ പോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോ വഹുവ, ആ മസ്ദറുൽ മീമി എന്ന് പറഞ്ഞാൽ ക്രിയാധാതു, മീമുള്ള ക്രിയാധാതു എന്ന് പറഞ്ഞാൽ വഹുവ മാ കാന ഫി അവ്വലിഹി മീമുൻ സായിദത്തുൻ. സായിദത്ത് എന്താണ്? എക്സ്ട്രാ അധികമായിട്ടുള്ളത്. മീമുൻ സായിദത്തുൻ. എന്തുകൊണ്ട് സായിദത്ത് എന്ന് സ്ത്രീലിംഗം ഉപയോഗിച്ചത്? മീമിന്റെ വിശേഷമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ അക്ഷരങ്ങളും സഹോദരിമാരാണ്. അപ്പൊ ഒരു എക്സ്ട്രാ മീം ഉണ്ടാവും ക്രിയാധാതുവിന്റെ മുമ്പ്. നഹ്വ് മദ്റബുൻ വമമാത്തുൻ വമഅരിഫത്തുൻ വമഖ്ബിറത്തുൻ
മൗഇദിൻ പോലെ എന്തുണ്ടാകും? എന്തുണ്ടാകും? മീം അധികമായിട്ടുണ്ടാകും. ഇവിടെ പറഞ്ഞെല്ലാം എന്താണ്? സുലാസി മുജറദാണ്. ലറബയ്ക്ക് മദ്റബുൻ, പിന്നെ മാത്തയ്ക്ക് മമാത്തുൻ, മാരിഫത്തിന് അറഫയ്ക്ക് മാരിഫത്തുൻ, അതേപോലെ ഖദറയ്ക്ക് മഖ്ദിറത്തുൻ, വഅദയ്ക്ക് മൗഇദുൻ. വമിൻ ഗൈരി സുലാസി, സുലാസിയിൽ മുജറദ് അല്ലാത്തതാണെങ്കിൽ, ഗൈരി സുലാസിയിൽ മുജറദ്, സുലാസി മുജറദ് അല്ലാത്തതാണെങ്കിൽ യഅതി അലാ സിനത്തി ഇസ്മിൽ മഫ്ഊൽ. ഏതിനത്തിൽ വരും അത്? ഇസ്മുൽ മഫ്ഊലിന്റെ ഇനത്തിൽ വരും. സിനത്ത് എന്താണ്? ഇനം. ഇനമാണോ? അത് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ അർത്ഥം പറഞ്ഞാണോ? സിനത്തിന്റെ മാളി എന്തായിരിക്കും? വസിന. വസന യസീനു, തൂക്കി. അതിനാണ് നമ്മള് ഈ തൂക്കം പഠിക്കുന്നതാണ് നമ്മള് പിന്നെ എന്താ പറയാ, ഫതഹ ഫതഹു ഫതഹത ഫതഹതും. അതിനെന്താ പറയല്? മീസാൻ. അത് തന്നെ, മീസാൻ. മീസാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ത്രാസ് എന്നല്ലേ അർത്ഥം? അതാണ് അതിന്റെ മെഷർമെന്റ് സ്കെയിലിനാണ് മീസാൻ എന്ന് പറയുന്നത്. അതിനാണ് ഇവിടെ സിനത്ത് എന്ന് പറയുന്നത്. അതിന്റെ ക്രിയാധാതുവാണ് വസന യസീനും സിനത്തും. അലാ സിനത്തി ഇസ്മിൽ മഫ്ഊൽ. ഇസ്മുൽ മഫ്ഊലിന്റെ ഘടന, അപ്പൊ നമ്മൾ പാറ്റേൺ, ആ പാറ്റേണിലാണ് ഇത് ഉണ്ടാക്കപ്പെടുക. സുലാസി മുജറദ് അല്ലെങ്കിൽ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞെല്ലാം മറബ മദ്റബുൻ എന്ന് പറഞ്ഞു, മാത്ത മമാത്തുൻ, അറഫ മാരിഫത്തുൻ, ഖദറ മഖ്ദിറത്തുൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ മുൻകലബ് എന്ന വാക്കാണ്, മുൻകലബ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അപ്പോൾ എന്തായിരിക്കും അത്? നമ്മൾ നോക്കുമ്പോ ഇൻകലബ, എൻകലിബു, മുൻകലിബുൻ, മുൻകലബുൻ, ഇൻകിലാബുൻ, ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. മുൻകലബ് എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകപ്പെടുന്നത്. പക്ഷെ ഇവിടെ ശൈലിയിൽ അങ്ങനെയല്ല. മുൻകലബിൻ എൻകലിബുൻ. ഏത് തിരിച്ചു പോകപ്പെടുന്നതാണ് നിങ്ങൾ തിരിച്ചു പോകുന്നതെന്നല്ല പറഞ്ഞത്. മറിച്ച് എന്താണ്? എന്ത് തരം തിരിച്ചു പോക്കാണ് നിങ്ങൾ പോകുന്നത് എന്നാണ് ചോദ്യം. അതാണ് വിശദീകരിക്കുന്നത്. വമിൻ ഗൈരി സുലാസിയിൽ മുജറദി, മൂന്നക്ഷരങ്ങൾ മാത്രമുള്ളതല്ലെങ്കിൽ യഅതി അലാ സിനത്തി ഇസ്മുൽ മഫ്ഊൽ. ഇസ്മുൽ മഫ്ഊലിന്റെ ഇനത്തിലാണ്, അതിന്റെ എന്താ പറയാ, പാറ്റേണിലാണ്, ഘടനയിലാണ് അത് വരിക. യഅതി നഹ്വ് മുൻകലബുൻ വമുഖാമുൻ മുദ്ഖലുൻ മുഖ്റജുൻ. ഇതൊക്കെ വായിച്ചിട്ടാണ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത്. മുഖ്റജുൽ ആയത്ത് പറഞ്ഞ കരീസാക്ക്, മുദ്ഖലും മുഖ്റജും ഒക്കെ ഉള്ള ആയത്തുണ്ടല്ലോ. ഇത് പഠിച്ചില്ലെങ്കിൽ മനസ്സിലായാലും നമുക്ക് അവിടെ ട്രാൻസ്ലേറ്റർ പറയാൻ പറ്റില്ല. അത് ഇനി ഇത് വെച്ചിട്ട് ട്രാൻസ്ലേറ്റർമാർ എന്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു വായിച്ചു നോക്കണം. റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ. എന്താ പറയാ? സത്യത്തിന്റെ കവാടം അല്ല അവിടെ, സത്യസന്ധതയുള്ള പ്രവേശനം. മുദ്ഖൽ എന്താണ് അപ്പം അവിടെ? ക്രിയാധാതുവാണ്. ക്രിയാധാതു മസ്ദറാണ്. അഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ. വളരെ മഫ്ഊൽ ബിഹി അല്ല, മറ്റേ എന്താ പറയാ, ഇസ്മു മഫ്ഊൽ അല്ല, മറിച്ച് എന്താണ്? അതിന്റെ എന്താണ്? ഇനം. ക്രിയാധാതുവാണ്, ഇനമല്ല, ക്രിയാധാതുവാണ്. മസ്ദറുൽ മീമിയാണത്. മുദ്ഖല സിദ്ഖിൻ, സിദ്ഖിന്റെ പുറത്തുപോക്ക്, പ്രവേശനം, സത്യത്തിന്റെ പ്രവേശനം. മുഖ്റജ സിദ്ഖിൻ, സത്യത്തിന്റെ പുറപ്പാട്. അത് തന്നെ ഇവിടെ വന്നിരുന്നു. തൻസീലി
ഇത് സഭയിലാണ് ഞാൻ പറഞ്ഞത്. ബനി ഇസ്രായേലിലായിട്ടാണ്. ഇവിടെ പറഞ്ഞ സഭയിലായിട്ടാണ്. ഈ തൻസീൽ ഖുർആനിലുണ്ട്. وقال الذين كفروا هل ندلكم على رجل ينبئكم إذا مزقتم كل ممزق إنكم لفي خلق جديد. എന്താണ് മുമസ്സഖ്? إذا مزقتم كل ممزق. وقال الذين كفروا സത്യനിഷേധികൾ പറഞ്ഞു هل ندلكم നിങ്ങൾക്ക് നാം അറിയിച്ചു തരട്ടെയോ? അലാ റജുലിൻ ഒരു ആളിനെ കുറിച്ച് യുനബ്ബിഉക്കും നിങ്ങളോട് അവൻ പറയുന്നു ഇദാ മുസ്ജഖതും. മസ്ജഖ് എന്താണ്? തകർക്കുക. തകർക്കാനാണോ? മസ്ജഖ ഏതാണ് മസ്ജഖ എന്ന് പറഞ്ഞാൽ? പിച്ചി ചീന്തുക അല്ലേ? മസ്ജഖ ഇദാ മുസ്ജഖതും കുല്ല മുമസ്സഖിൻ. ഇവിടെ എന്താ മുമസ്സഖ് എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? മസ്ദർ. കുല്ല തംസീഖിൻ എന്ന് പറഞ്ഞതുപോലെയാണ്. മസ്സഖ യുമസ്സഖു തംസീഖ് എന്ന് പറഞ്ഞതുപോലെയാണ്. കുല്ല മുമസ്സഖിൻ. അപ്പൊ മുമസ്സഖ് മഫ്ഊൽ ബിഹി അല്ല, എന്തായാലും പറയാ ഇസ്മു മഫ്ഊൽ അല്ല, അല്ലെങ്കിൽ കർമ്മത്തിന്റെ രൂപമല്ല, മറിച്ച് എന്താണ്? ക്രിയാധാതുവാണ്. പക്ഷേ മസ്ദറുൽ മീമിയാണത്. ഇതിൽ വന്നിരിക്കുന്നതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതാ മുസ്ജഖത്തും കുല്ല മുമസ്സഖിൻ. കുല്ല എന്തിനാണ്? ക്രിയാധാതുവിന്റെ അപ്പൊ അതിനുശേഷം മുമസ്സഖ് വന്നപ്പോൾ മനസ്സിലായി അതെന്താണ്? അത് മസ്ദറാണ്. ഇന്നക്കും ലഫീ ഖൽഖിൻ ജദീദ്. നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് സൃഷ്ടിക്കപ്പെടുമെന്ന് ആര് പറയുന്നു? പറയുന്ന ആളെ കുറിച്ച് നമ്മൾ പറഞ്ഞുതരാമെന്ന് സത്യനിഷേധികൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർജീവമായി പല ഭാഗങ്ങളായി മാറിയതിനു ശേഷവും നിങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്നാണോ ഈ മരമണ്ടൻ പറയുന്നതെന്നാണ് കാഫിറുകൾ ചോദിക്കുന്നത്. മുസ്ജഖത്തും കുല്ല മുമസ്സഖിൻ. നിങ്ങൾ പൂർണ്ണമായും പിച്ചി ചിന്തപ്പെട്ടാൽ, തകർക്കപ്പെട്ടതിന് ശേഷവും. മസ്സഖയ്ക്ക് തകർക്കാന്നല്ല അർത്ഥം. മസ്സഖ എന്ന് പറഞ്ഞാല് ചിന്ന ഭിന്നമാക്കുക. സമയം കഴിഞ്ഞോ? നമ്മളെ റിമൈൻഡർ ഇല്ലേ? കഴിഞ്ഞോ? അടുത്ത ആയത്ത് കൂടി വായിച്ചിട്ട് നിർത്താം. ആയത്ത് കൂടി വായിച്ചിട്ടോ? അതിന്റെ രണ്ടാമത്തെ ഉദാഹരണം കൂടെ ഉണ്ട്. ജൽനാഹും അഹാദീസ മസ്സഖ്നാഹും കുല്ല മുമസ്സഖിൻ. അത് തന്നെയാണ്. ജഅൽനാഹും അഹാദീസ. നാം അവർക്ക് എന്താ ഉണ്ടാക്കി കൊടുത്തു? ഹദീസ, സംഭവങ്ങൾ. ഹദീസ് എന്താ? സംഭവങ്ങൾ, സംഭാഷണങ്ങൾ, സ്റ്റോറി എന്ന് പറയുന്നത് വർത്തമാനങ്ങൾ, സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. മസ്സഖ്നാഹും കുല്ല മുമസ്സഖിൻ. അവരെ നാം എന്ത് ചെയ്തു? പൂർണ്ണമായും പിച്ചിച്ചീന്തി. അതിന്റെ സന്ദർഭം വായിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഇവിടെ നിർത്താം. സാറ് ഇതിൽ അഞ്ചാമത്തെ എക്സസൈസ് എടുത്തിരുന്നു. അഞ്ചാമത്തേത്? അഞ്ചാമത്തെ എക്സസൈസ്
അഞ്ചാമത്തെ എക്സർസൈസ് ഉം. 240. വായിച്ചില്ലായിരുന്നു നമ്മള്. അയ്യൻ നായിബാനിൽ മസ്ദരി ഫീമാ യഅതി. അതാണോ? ആ അത് വായിച്ചില്ലേ നമ്മള്? ഇല്ല ഇല്ല, ഇത് ഫുൾ എടുത്തിട്ടില്ല. ഈ അടുത്തത് പേജ് ലാസ്റ്റ് വരെ എടുത്തിട്ടില്ല അവിടുന്ന്. അടുത്ത് വായിച്ചിക്കണല്ലോ. അവിടെ തുടങ്ങുമ്പോഴാണ് വായിച്ചത്. നിങ്ങൾ വന്നപ്പോ ലേറ്റ് ആയോ? കുറച്ച് ഒരു 5 മിനിറ്റ്. പക്ഷെ അപ്പൊ 5 5 മിനിറ്റ് നമ്മൾ വായിച്ചു പോയിട്ടുണ്ട്. ഓ അത് ശരി, അങ്ങനെ നിങ്ങൾ പറയുന്ന 5 മിനിറ്റ് ചിലപ്പം 10 മിനിറ്റ് ആയിരിക്കും. ഇൻഷാ അള്ളാ ഇതിന് വീഡിയോ എടുക്കാം. നമ്മൾ കറക്റ്റ് ആയിട്ട് അവിടെ മുതലാണ് വായിച്ചത്. അതെ, കറക്റ്റ് ആയിട്ട് അവിടെ മുതലാണ് വായിച്ചത്. ഓക്കെ ഓക്കെ ഇൻഷാ അള്ളാ. സല്ലി സ്വലാത്ത് മുഅദ്ദിൻ പറഞ്ഞിട്ടാണ് തുടങ്ങിയത് നമ്മൾ. ശരി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഷ നന്നായി പഠിക്കാനും അതിലൂടെ ഖുർആന്റെ ഓരോ തലത്തിലും അതിന്റെ താഴത്തെ ഉള്ളിലേക്ക് അകത്തളങ്ങളിലേക്ക് അതിന്റെ അഗാധതയിലേക്ക് ഇറങ്ങി പരിഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നതിനപ്പുറം ഗ്രഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. കാരണം നമുക്കറിയാം ഖുർആൻ എന്നതാണ് ഫൈനൽ, അതാണ് അന്തിമ വചനം. അതിനുശേഷം പറഞ്ഞതെല്ലാം കലാമുൽ ബഷറാണ്. അതുകൊണ്ട് ഖുർആനിക വചനങ്ങൾ അവിടെ തന്നെ ഉണ്ട്. അത് ആര് എങ്ങനെ വ്യാഖ്യാനിച്ചാലും അതിനപ്പുറം കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇന്ന് നമുക്കിപ്പോ ബോധ്യമായി തുടങ്ങുന്നുണ്ട്. പരിഭാഷയിലും വ്യാഖ്യാനങ്ങളിലും ഉള്ളതൊക്കെ എന്താണ്? പരിമിതമാണ്. അവർക്കെല്ലാം ഇതിന് ഈ രീതിയിൽ വിശദീകരിക്കാൻ പറ്റില്ല. കാരണം അവരൊക്കെ വിചാരിച്ചിരിക്കും നമ്മൾ ഭാഷ അറിയുന്നു. ഇബിൻ ജരീർ തബരി ആകട്ടെ, അല്ലെങ്കിൽ ഖുർത്തുബി ആകട്ടെ, ഇമാം ബുഖാരി ആകട്ടെ, അങ്ങനെ അനവധി പണ്ഡിതന്മാർ അവരെല്ലാം അനറബികളാണ്. അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇത് വായിക്കുന്നവരൊക്കെ അറിവ് പഠിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് അവര് പറയേണ്ടതും പരിമിതമായ ഒരു സംഭവം മാത്രമേ പറയാൻ പറ്റൂ. അല്ലെങ്കിൽ ഖുർആൻ പേജുകളോളം വാല്യങ്ങളോളം വ്യാഖ്യാനിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഭാഷ പഠിക്കണം. എങ്കിൽ മാത്രമേ ഖുർആന്റെ ചൈതന്യം, അന്തസ്സത്ത, അതിലൊളിഞ്ഞിരിക്കുന്ന സാഹിതീയ ഭംഗി എന്ന് പറയുമ്പോൾ നമ്മൾ തോന്നും വെറും അലങ്കാരം മാത്രം. അതിന്റെ ഭാഷാ ശൈലി, അള്ളാഹ് ഉദ്ദേശിച്ച യഥാർത്ഥ ഉദ്ദേശം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلقه محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. واللقاء باذن الله. والسلام عليكم ورحمه الله وبركاته. السلام عليكم. വലൈക്കും അസ്സലാം. Islam.